പശ്ചിമബംഗാളിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിൽ മുട്ട ഉപേക്ഷിച്ച് മുട്ടയ്ക്ക് പകരം അതിനേക്കാൾ പ്രോട്ടീൻ കുട്ടികൾക്ക് ലഭിക്കുന്ന ഭക്ഷണം നൽകാനുള്ള തീരുമാനം സുവേന്ദു അധികാരിയുടെ സർക്കാർ കഴിഞ്ഞ ദിവസമാണ് എടുത്തത്. ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിനെയാണ്. ബംഗാളിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകാനുള്ള ചുമതല ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ ഏൽപ്പിച്ച ബിജെപി മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഈ നടപടി വലിയ രീതിയിൽ കയ്യടി നേടുകയാണ്. ഇനി സാത്വിക ഭക്ഷണമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞത്. ആദ്യം കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിലുള്ള സ്കൂളുകളിൽ മാത്രം പൈലറ്റ് അടിസ്ഥാനത്തിൽ ഈ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കും. ഇത് സക്സസ് ആയാൽ സംസ്ഥാനത്ത് മുഴുവനായി ഹരേ കൃഷ്ണയുടെ ഉച്ചഭക്ഷണ പരിപാടി നടപ്പാക്കും എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. സാത്വിക ഭക്ഷണമായതിനാൽ പച്ചക്കറികൾക്ക് തന്നെയാണ് പ്രാധാന്യം. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിൽ നിന്നും മുട്ടയും മാംസവും ഒഴിവാക്കും. മുട്ട ഒഴിവാക്കിയാലും പോഷകത്തിനായി സോയ, പനീർ, രാജ്മ എന്നിവ നൽകും. ബംഗാളിൽ ഹിന്ദു സംസ്കാരത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് കാണുന്നു എന്നാണ് ബംഗാളികൾ ഇപ്പോൾ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം നൽകാനുള്ള ചുമതല ഹരേ കൃഷ്ണ പ്രസ്ഥാനമായ ഇസ്കോണിനെ ഏൽപ്പിച്ചതിനെ അവർ കാണുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസിന്റെ അനൗപചാരിക നാമമാണ്. 5000 വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രപരമായ ദാർശനിക ഗ്രന്ഥങ്ങളുടെ, വേദങ്ങളുടെ പുരാതന പഠിപ്പിക്കലുകളിൽ നിന്നാണ് ഇതിന്റെ വേരുകൾ. യോഗയുടെ ജനപ്രിയ സിദ്ധാന്തം ഉൾപ്പെടെ നിരവധി കിഴക്കൻ മതങ്ങളുടെയും പാരമ്പര്യങ്ങളുടെ ഉറവിടം വേദങ്ങളാണ്. ഹരേ കൃഷ്ണാസ് എന്നറിയപ്പെടുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ ഭക്തിയോഗ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക യോഗാരൂപം പിന്തുടരുന്നു. അല്ലെങ്കിൽ കൃഷ്ണൻ എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ ദിവ്യ വ്യക്തിത്വത്തോടുള്ള സ്നേഹത്തിന്റെയും ഭക്തിയുടെയും യോഗ. 1965 ഈ പ്രസ്ഥാനത്തെ പാശ്ചാത്യ ലോകത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ദിവ്യകൃപയായ AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദയാണ്. പ്രസ്ഥാനത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ ശ്രീല പ്രഭുപാദ എന്നാണ് സ്നേഹപൂർവ്വം വിളിക്കുന്നത്. 1896 ഇന്ത്യയിലെ കൊൽക്കത്തയിലാണ് പ്രഭുപാദ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജനനനാമം അഭയ് ചരൺ എന്നായിരുന്നു. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അദ്ദേഹം നഗരത്തിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് നടത്തിയിരുന്നു. 1950 54-ാം വയസ്സിൽ അദ്ദേഹം വിവാഹ ജീവിതത്തിൽ നിന്ന് പിന്മാറുകയും പഠനത്തിനും എഴുത്തിനും വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുകയും ചെയ്തു. പുണ്യനഗരമായ വൃന്ദാവനത്തിലേക്ക് യാത്ര ചെയ്തു. അവിടെ അദ്ദേഹം രാധാ ദാമോദര മന്ദിർ എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ മധ്യകാല ക്ഷേത്രത്തിൽ വളരെ എളിയ സാഹചര്യങ്ങളിൽ താമസിച്ചു. 1959 അദ്ദേഹം ത്യാഗ ജീവിതക്രമം സ്വീകരിക്കുകയായിരുന്നു. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ എന്ന പേര് അങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചു. രാധാ ദാമോദരയിൽ അദ്ദേഹം തന്റെ ജീവിതത്തിലെ മാസ്റ്റർപീസായ 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു ബഹുവാല്യ വിവർത്തനവും വ്യാഖ്യാനവും ആരംഭിച്ചു. 1965 69 വയസ്സുള്ളപ്പോൾ ശ്രീല പ്രഭുപാദർ അനൗപചാരികമായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ്. അദ്ദേഹം കൃഷ്ണാവബോധം പ്രസംഗിക്കുന്നതിനായി ഒരു ചരക്ക് കപ്പലിൽ അമേരിക്കയിലേക്ക് കപ്പൽ കയറിയത്രേ. ന്യൂയോർക്ക് നഗരത്തിൽ ആദ്യമായി ചരക്ക് കപ്പലിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് പ്രായോഗികമായി അദ്ദേഹത്തിന്റെ കൈവശം പണമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഏകദേശം ഒരു വർഷത്തെ വലിയ പ്രയാസങ്ങൾക്ക് ശേഷം 1966 ജൂലൈയിൽ അദ്ദേഹം ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണാവബോധ സംഘടന സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധാപൂർവമായ മാർഗനിർദ്ദേശത്തിൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ സൊസൈറ്റി 100-ലധികം ക്ഷേത്രങ്ങൾ, സ്കൂൾ, സ്ഥാപനങ്ങൾ, കർഷക സമൂഹങ്ങൾ എന്നിവയുടെ ലോകവ്യാപകമായ ഒരു കോൺഫെഡറേഷനായി വളരുകയായിരുന്നു. തന്റെ ജീവിതത്തിന്റെ അവസാന 10 വർഷത്തിനിടയിൽ വാർദ്ധക്യം ബാധിച്ചിട്ടും ശ്രീല പ്രഭുപാദർ 12 തവണ പ്രഭാഷണ പര്യടനങ്ങൾ നടത്തി ലോകം ചുറ്റി 6 ഭൂഖണ്ഡങ്ങളിലേക്ക് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ എത്തിച്ചു. എന്തായാലും ഇപ്പോൾ ബംഗാളിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് ബംഗാളിലെ യുവതലമുറയെ സാത്വിക ജീവിതത്തിലേക്ക് നയിക്കാൻ സുവേന്ദു അധികാരിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ശ്രീല പ്രഭുപാദർക്കുള്ള ഒരു സമർപ്പണമായി തന്നെയാണ് ഇപ്പോൾ ബംഗാളിലെ ജനങ്ങൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.